ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് ഒരു ചോദ്യം നോക്കിയാലോ. ദ ചൈനീസ് ആൻഡ് ദ അറബ്സ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ചൈനക്കാരും അറബിക്കാരും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് സയൻസിൻ്റെ ഫീൽഡിലായാലും ലിറ്ററേച്ചറിൻ്റെ ഫീൽഡിലായാലും ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. സം ഇൻഫർമേഷൻ അബൌട്ട് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ചൈനീസ് ആൻഡ് അറബ്സ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. അറേഞ്ച് ദ ടേബിൾ പ്രോപ്പർലി. ഇപ്പോൾ മെഡിക്കൽ സയൻസ്, ആർക്കിടെക്ചർ, സയൻസ്, ലിറ്ററേച്ചർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഗൺ പൗഡർ ഉണ്ട്, കിതാബുൽ ഹാവി ഉണ്ട്, പിന്നെ 1001 നൈറ്റ് പഗോഡാസ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ മെഡിക്കൽ സയൻസ് നമുക്ക് കിതാബുൽ ഹാബി കൊടുക്കാം. ഓക്കെ. പിന്നെ ആർക്കിടെക്ചർ നമുക്ക് എന്ത് കൊടുക്കാം? പഗോഡാസ്, ബുദ്ധിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി സയൻസ് നമുക്ക് എന്ത് കൊടുക്കാം? ഗൺ പൗഡർ കൊടുക്കാം. ലിറ്ററേച്ചർ 1001 നൈറ്റ്സ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻവെൻറ്റഡ് ബൈ ചൈനീസ് ടു ഡിറ്റർമിൻ ദ ഡയറക്ഷൻ ഡ്യൂറിങ് നാവിഗേഷൻ. നാവിഗേഷനിൽ ഡയറക്ഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമ്പസ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മെനി ന്യൂ സിറ്റീസ് ഡെവലപ്ഡ് ഇൻ യൂറോപ്പ് ബൈ ദ 11th century. ഇപ്പോൾ പല സിറ്റീസും പുതിയ സിറ്റീസും ഒക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ സർക്കംസ്റ്റൻസ് ഫോർ ദ എമർജൻസ് ഓഫ് സിറ്റീസ് ഇൻ മിഡീവൽ യൂറോപ്പ്. അപ്പോൾ മിഡീവൽ യൂറോപ്പിൽ ഇങ്ങനത്തെ സിറ്റീസൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് മിഡീവൽ യൂറോപ്പ് ആൻഡ് സിറ്റീസ്. ഇനി അവിടുത്തെ ആ സിറ്റീസിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റീസൊക്കെ ഉണ്ടാവാൻ കാരണം? എക്സ്ചേഞ്ച് ഓഫ് ഫാം പ്രോഡക്റ്റ് ആൻഡ് ഫാമിംഗ് ടൂൾസ്. കൃഷിയുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സും അതിൻ്റെ ഉപകരണങ്ങളും കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് എക്സ്ചേഞ്ച് ഓഫ് ഫാം പ്രോഡക്ട്സ് ആൻഡ് ഫാമിംഗ് ടൂൾസ്. ഇനി അടുത്തത്, സെൻറ്റേഴ്സ് ഓഫ് ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഗ്രാജ്വലി ഡെവലപ്ഡ് ഇൻ ടു സിറ്റീസ്. അപ്പോൾ സെൻറ്റേഴ്സ് ഓഫ് ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഗ്രാജ്വലി ഡെവലപ്ഡ് ഇൻ ടു സിറ്റീസ്. ആദ്യം ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു ട്രേഡൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതങ്ങനെ അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രേഡും അതേപോലെ ഹാൻഡിക്രാഫ്റ്റ്സും അങ്ങനെ ഒരുപാട് വ്യാപാരങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ അതൊരു സിറ്റീസായി. സിറ്റി സെൻറ്റേഴ്സ് ഇൻ പോർട്സ്, ട്രേഡ് വിത്ത് ഏഷ്യൻ ആൻഡ് ദ വെസ്റ്റ് യൂറോപ്യൻ കൺട്രീസ്. ഇതൊക്കെയാണ് പുതിയ സിറ്റീസ് ഉണ്ടാവാൻ കാരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് മിഡീവൽ യൂറോപ്യൻ സിറ്റീസ്. ആ യൂറോപ്യൻ സിറ്റീസിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ സിറ്റീസ് ഹാഡ് ദെയർ ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. നല്ലൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ സിറ്റീസ് ഹാഡ് ദെയർ ഓൺ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടായിരുന്നു. ടോൾ ബൗണ്ടറി വാൾസ് വെർ ബിൽഡ് ടു പ്രൊട്ടക്റ്റ് ദി സിറ്റീസ്. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ ഈ സിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വലിയ ബൗണ്ടറി വാൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ടോൾ ബൗണ്ടറി വാൾസ്, അതൊരു പ്രത്യേകത ആയിരുന്നു. ദീസ് സിറ്റീസ് വെർ നോട്ട് അറ്റ് ഓൾ ഹൈജീനിക് ആൻഡ് വെർ അണ്ടർ ദ ത്രെറ്റ് ഓഫ് എപ്പിഡമിക്സ് ലൈക്ക് പ്ലേഗ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല വൃത്തിയുള്ള ഒന്നായിരുന്നില്ല. ദീസ് സിറ്റീസ് വെർ നോട്ട് അറ്റ് ഓൾ ഹൈജീനിക്, ഭയങ്കര വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരുന്നു? ത്രെറ്റ് ഓഫ് എപ്പിഡമിക്സ്, പകർച്ചവ്യാധികളുടെ ഭീഷണി ഉണ്ടായിരുന്നു. ലൈക്ക് പ്ലേഗൊക്കെ അന്നത്തെ കാലത്തെ പകർച്ചവ്യാധിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ത്രെറ്റ് ഉണ്ടായിരുന്നു. കാരണം എന്താണ്? നോട്ട് അറ്റ് ഓൾ ഹൈജീനിക്. ഇത്രയാണ് മിഡീവൽ യൂറോപ്യൻ സിറ്റീസിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. 2 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. സിറ്റീസ് ഉണ്ടാവാനുള്ള കാരണവും അതേപോലെ തന്നെ ആ സിറ്റീസിൻ്റെ പ്രത്യേകതയും. ഉണ്ടാവാനുള്ള കാരണം, എക്സ്ചേഞ്ച് ഓഫ് ഫാം പ്രോഡക്ട്സ് ആൻഡ് ഫാമിംഗ് ടൂൾസ്, സെൻറ്റർ ഓഫ് ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഗ്രാജ്വലി ഡെവലപ്ഡ് ഇൻ ടു സിറ്റീസ് സെൻറ്റേർഡ് ഇൻ പോർട്സ്, ട്രേഡ് വിത്ത് ഏഷ്യൻ ആൻഡ് വെസ്റ്റ് യൂറോപ്യൻ കൺട്രീസ്. ഈ വേറൊരു കഴിഞ്ഞ വർഷം വന്നൊരു ക്വസ്റ്റ്യനാണ്. നോക്കൂ. ഫ്രം 5th to 15th century CE ഇൻ ദ വേൾഡ് ഹിസ്റ്ററി നോൺ ആസ് മിഡീവൽ പീരീഡ്. മിഡീവൽ പീരീഡ് എന്നാണ് ഈ 5 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടിനെ, ആ ഒരു മിഡിലുള്ള ഒരു സംഭവത്തെയാണ് നമ്മൾ മിഡീവൽ പീരീഡ്, ആ ഒരു ഏജിനെയാണ്, സെഞ്ച്വറീസിനെയാണ് നമ്മൾ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺസെപ്റ്റ് മാപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യണം, കുറച്ച് അവിടെ തന്നിട്ടുണ്ട്.
അപ്പോൾ മിഡീവൽ യൂറോപ്പിൽ സിറ്റീസ് ഉണ്ട്. ആ സിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സിറ്റീസ് എങ്ങനെയാണ് ഫോം ചെയ്തത്, പിന്നെ സിറ്റീസ് ഉണ്ടാവാനുള്ള കാരണം, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ആർക്കിടെക്ചറിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് തന്നിട്ടില്ല. നോളേജും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യണം. ആദ്യം നമുക്ക് സിറ്റീസ് തന്നെ നോക്കാം. ഇവിടെ എന്തോ ഒന്ന് തന്നിട്ടില്ല. വേറെ ഒന്ന് തന്നാൽ ദേ ഹാഡ് ദെയർ ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അത് നമ്മളിപ്പം പറഞ്ഞതാണല്ലേ. അപ്പോൾ ഈ സിറ്റീസ് ഉണ്ടാവാനുള്ള കാരണമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അത് നമ്മൾ ഒരുപാട് കാരണം പഠിച്ചു. അതിലൊന്ന് എന്താണ്, സെൻറ്റേഴ്സ് ഓഫ് ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു സിറ്റീസ് എന്ന് എഴുതാം. ഇനി അടുത്ത ആർക്കിടെക്ചറാണ്. എ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വിത്ത് പോയിൻറ്റഡ് ടവേഴ്സ് കോൾഡ് ഗോത്തിക് ഇൻവോൾവ്. അപ്പോൾ മിഡീവൽ യൂറോപ്പിലുള്ള ആർക്കിടെക്ചർ ശൈലിക്ക് പറയുന്ന പേരാണ് ഗോത്തിക് സ്റ്റൈല്. നോട്ട് ചെയ്ത് വെക്കുക. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. നമ്മൾ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഗോത്തിക് സ്റ്റൈൽ. അപ്പോൾ അത് എവിടെയാണ്, എ ന്യൂ സ്റ്റൈൽ ആർക്കിടെക്ചർ വിത്ത് പോയിൻറ്റഡ് ടവേഴ്സ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിൻറ്റ് ടവേഴ്സാണ്. ഇനി അതിൻ്റെ വേറൊരു ഫീച്ചേഴ്സും കൂടി നമ്മൾ എഴുതണം. ദ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വിത്ത് ആർച്ചസ് ആൻഡ് സ്പേഷ്യസ് ഇൻറ്റീരിയേഴ്സ് ആർ കോൾഡ് റോമനസ്ക് സ്റ്റൈൽ. ഓക്കെ, ഇത് അതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി അടുത്തത് നോളേജ് ആണ്. ഇവിടെ എന്തോ തന്നിട്ടുണ്ട്, ബാക്കി നോക്കാം. മെനി യൂണിവേഴ്സിറ്റീസ് വേർ ദർ ഈസ് എ സെൻറ്റർ ഓഫ് നോളേജ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ഫില്ല് ചെയ്യാം? ചർച്ചസ് ആൻഡ് മൊണാസ്ട്രീസ് വേർ ദ സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ സെൻറ്റേഴ്സ് അവിടെ എന്തായിരുന്നു? ചർച്ചസും അതേപോലെ മൊണാസ്ട്രീസും ആയിരുന്നു. ഓക്കെ, അപ്പോൾ മിഡീവൽ യൂറോപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാനും. അഗെയിൻ അതുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യമുണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ചൈനീസ് ഇൻ മിഡീവൽ ഇന്ത്യ. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. പ്രിൻറ്റിംഗ് മെഷീൻ ഇൻവെൻറ്റ് ചെയ്തു, ഗൺ പൗഡർ ഇൻവെൻറ്റ് ചെയ്തു, അതേപോലെ മറൈനസ് കോമ്പസ് ദാറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഡ്യൂറിങ് നാവിഗേഷൻ ഈസ് ഓൾസോ a Chinese contribution. They were excellent in architecture. This is the evidence of a construction of a pagodas and Buddhist centers of worship. ഓക്കെ, അപ്പോൾ നമ്മളിനി വേറൊരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. വാട്ട് ഈസ് ലീപ്പ് ഇയർ? ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ടു കാൽക്കുലേറ്റ് എക്സ്ട്രാ ഡേയ്സ് ഇൻ ലീപ്പ് ഇയർ. അപ്പോൾ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ ദ എർത്ത് ടേക്സ് 365 ആൻഡ് 1/4 ഡേയ്സ്. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എർത്ത് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 365 ദിവസവും 1/4 ഡേയ്സുമാണ്. അതായത് ഒരു ഡേൻ്റെ 1/4 ഭാഗം. ബട്ട് ഇയർ നോർമലി ഹാസ് 365 ഡേയ്സ് ആൻഡ് ദ റിമൈനിങ് 1/4 പാർട്ട് ഓഫ് ദ ഡേ വിൽ ബി considered as a full day once in every 4 years. Thus, every 4th year has 366 days is called leap year. അപ്പോൾ 366 ദിവസങ്ങളുള്ള ആ ഒരു വർഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. ലാറ്റിറ്റ്യൂഡ് ഈസ് എ ആംഗുലർ ഡിസ്റ്റൻസ് ടു എനി പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഫ്രം ദ സെൻറ്റർ. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് എവിടേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ബൈ ജോയിൻ ദ സെയിം ആംഗുലർ ഡിസ്റ്റൻസ് വി ഗെറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. What is revolution? Along with the rotation on its axis, the earth also moves around the sun. The movement of the earth around the sun is called revolution. Revolution എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഡേ ആൻഡ് നൈറ്റ് ഒക്കേഴ്സ് റൊട്ടേഷനാണ്. അതേപോലെ ഡിഫറെൻറ്റ് സീസൺ, പലവിധ സീസൺ നമുക്കുണ്ടാകുന്നത് ഈ റെവല്യൂഷൻ കൊണ്ടാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾ ദ പ്ലേസസ് ഇൻക്ലൂഡ് ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ് ആർ നോട്ട് ഫോറസ്റ്റ്. വിച്ച് പ്ലേസസ് ഹാവ് ടേൺഡ് ഇൻ ടു സിറ്റീസ്? അപ്പോൾ ഇക്വിറ്റോറിയൽ ക്ലൈമറ്റ് റീജിയനിലുള്ളത് എല്ലാം ഫോറസ്റ്റ് ഒന്നല്ല. അതിൽ കുറച്ച് പ്ലേസസ് സിറ്റീസ് ആയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ. ഓക്കെ, ഇനി അടുത്ത വാട്ടർ ഒയാസിസ്. ഒയാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒയാസിസ് ആർ ദ പ്ലേസസ് വേർ വാട്ടർ ഈസ് അവൈലബിൾ ഇൻ ഹോട്ട് ഡെസേർട്ട്. മരുഭൂമിയിൽ വെള്ളം കിട്ടുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒയാസിസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ഹാബിറ്റേഷൻസ് ആർ ലാർജ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ ആൻഡ് അറൗണ്ട് ദീസ് വാട്ടർ ബോഡീസ്. അപ്പോൾ ഈ വെള്ളമുള്ള സ്ഥലത്ത്, മരുഭൂമി വെള്ളമുള്ളത് സ്ഥലം മാത്രമാണ് ഒയാസിസ്. അതുകൊണ്ട് തന്നെ അവിടെ ആരുണ്ട്? പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഹ്യൂമൻ ഹാബിറ്റേഷൻസൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മളൊരു അറ്റ്ലസ്, ഒരു മാപ്പ് നമുക്ക് നോക്കാം. മാപ്പിൽ അടയാളപ്പെടുത്താൻ ചിലപ്പോൾ വരും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാമാഖ്യ ടെമ്പിൾ എന്ന് പറയുന്നത് ഇവിടെയാണ്. കാമാഖ്യ ടെമ്പിൾ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആസാമിലാണ് കാമാഖ്യ ടെമ്പിൾ. അപ്പോൾ അത് അടയാളപ്പെടുത്തേണ്ട ഏകദേശം ഇവിടെയാണ്. പിന്നെ ഖജുരാഹോ ടെമ്പിൾ ഇവിടെയാണ്.
അതേപോലെ എല്ലോറ കേവ് ടെമ്പിൾ അത് ഇവിടെയാണ് അടയാളപ്പെടുത്തിയത്. ഇതൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. കൊണാർക്ക് സൺ ടെമ്പിൾ ഇവിടെയാണ്. മഹാബലിപുരം ഇവിടെയാണ്. അതേപോലെ ബൃഹദേശ്വര ടെമ്പിൾ തഞ്ചാവൂരാണ്. അതിൻ്റെയൊക്കെ ഏകദേശം സ്ഥലം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ചിലപ്പോൾ മാപ്പ് തന്നിട്ട് അതിൽ അടയാളപ്പെടുത്താനുണ്ടാവും. ഇത് കാമാക്യ ടെമ്പിൾ, ഇത് ഗജുരാഹോ. ഇത് എല്ലോറ കേസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൊണാർക്ക് ഇവിടെയാണ് വരുന്നത്, ഈ ഒരു സൈഡിൽ കേട്ടോ. ഓക്കെ, മഹാബലിപുരം ഇവിടെയാണ് വരുന്നത്. അതേപോലെ ബൃഹദേശ്വര ടെമ്പിൾ അതും നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക.